BJP വന്നാൽ ഇത് നിർത്തലാക്കും എന്നായിരുന്നു വ്യാപകമായ ആക്ഷേപം ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ പറഞ്ഞാണ്. പക്ഷേ ഇപ്പം BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ എത്ര നമ്മുടെ 368 രൂപ വർദ്ധിച്ചു, അതായത് 69 രൂപയായി. അതായത് 125 നിന്ന് ഇത്രയും വർധനവുണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനി ഒരു ഒട്ടനവധി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നുണ്ട്. ആ പദ്ധതി ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി നമുക്ക് കിട്ടുന്നുണ്ടോ? കിസാൻ സമ്മാൻ നിധി എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക്, ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് താഴെ തട്ടിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി വികസനം എത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം എല്ലാവർക്കും വികസനം കിട്ടണം. എല്ലാവർക്കും, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വരെ വികസനം കിട്ടണം. എല്ലാവർക്കും കക്കൂസ് വേണം, എല്ലാവർക്കും അത്യാവശ്യം പാർപ്പിട സൗകര്യം. PMAY പദ്ധതിയുണ്ട്. PMAY പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ രാജ്യത്ത് പാർപ്പിടമില്ലാത്ത ഒരാളും ഉണ്ടാവരുമെന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. എല്ലാവർക്കും പാർപ്പിടം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ PMAY എന്ന പദ്ധതി ഇവിടെ നടപ്പാക്കുന്നു. അതെല്ലാം ഇവിടെ അട്ടിമറിക്കുക. താഴെ വരുമ്പോൾ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ അതിനെ അട്ടിമറിച്ച് അതിന് പേര് മാറ്റിയൊക്കെ ചെയ്യും. അപ്പം വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ നമ്മുടെയൊക്കെ മക്കൾ, ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മുടെയൊക്കെ മക്കൾ ഒരു വിദേശത്തൊക്കെ പോയി അല്ലെങ്കിൽ വെളി സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. കേരളത്തിൽ വികസനമില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിൽ കാലാകാലങ്ങളിൽ വരുന്നവർ ഒരു വ്യവസായം വളരാൻ അനുവദിക്കുന്നില്ല. വ്യവസായം വരുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാം കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന്, ഇപ്പോൾ 4 ലക്ഷം കോടി രൂപ കടം. തൊട്ടടുത്ത കോൺഗ്രസ് വന്നാൽ 6 ലക്ഷം കോടിയാവും. വീണ്ടും ഇടതുപക്ഷം വന്നാൽ വീണ്ടും അത് 10 ലക്ഷം കോടിയാവും. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മളിവിടെ വികസനം വരണമെങ്കിൽ BJP സർക്കാർ അധികാരത്തിൽ വരണം. BJP സർക്കാർ വന്നാൽ ഇവിടെ വ്യവസായം വരും, വികസനം വരും. അതുകൊണ്ട് നിങ്ങളെല്ലാം പുതിയ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളുടെ വോട്ട് അത് കരുതലോടെ ചെയ്യണം. അതാണ് നമ്മൾ എല്ലാവരും ഒരു മാറ്റത്തിന് വേണ്ടി. ഈ കേരളം രാജ്യത്തുണ്ടാകുന്ന വലിയ വികസനമുണ്ട്. ആ വലിയ വികസനത്തോടൊപ്പം തന്നെ കേരളവും വികസിക്കണം. ആ കേരളം വികസിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ വോട്ട് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. എല്ലാവരുടെ ഒരു അഭ്യർത്ഥനയാണ്. നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി ഷൈനി, അതുപോലെ വാർഡ് സ്ഥാനാർത്ഥി, എല്ലാവർക്കും നിങ്ങളെല്ലാം അറിയാവുന്നവരാണ്. അപ്പം നമുക്ക് എല്ലാവരുടെയും വോട്ട് താമര ചിഹ്നത്തിൽ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക.